ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയ ശേഷം ഒരു ശാന്ത സ്വഭാവത്തിൽ ഒരു മൃദുഭാഷയായി ലാൽസലാം പറഞ്ഞു പോയ അൻവർ ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടതിന് ശേഷം പ്രതികരിക്കുന്നത് നിലമ്പൂരി അവസാന വാർത്താ സമ്മേളനത്തിൽ കണ്ട അതേ വീര്യത്തിലാണ്. ആ ഉത്തേജനത്തിന്റെ ഒരു കാരണം എന്താണ് ശ്രീ അൻവർ? ഞാൻ പൊതുവിൽ ശാന്തനാണല്ലോ ആശ്മി. എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പറ്റുമോ? ഞാൻ മിനിഞ്ഞാന്ന് മലപ്പുറത്ത് സമ്മേളനം നടത്തിയ സമയത്തെ പറഞ്ഞതാണ് ഞാൻ സി എമ്മിനെ കാണും, സി എമ്മിനെ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സി എമ്മിനെ കണ്ടു, വളരെ ചെറിയ വാക്കുകളിൽ അത് ഒതുക്കി. അത് കഴിഞ്ഞ് ഇന്ന് സെക്രട്ടറിയെ കണ്ടു, കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചത് വിശദീകരിച്ചു. അതിൽ സൗമ്യതക്കുറവും എന്താ പറയുക ഊർജ്ജക്കുറവൊന്നും എനിക്കുണ്ടാവില്ല എന്നുള്ള ആശ്മിക്ക് നേരിട്ട് അറിയുന്ന ആളല്ലേ. ഇപ്പോൾ താങ്കൾക്ക് ഒരു ചെറിയ ക്ഷീണം നിങ്ങളുടെ വിലയിരുത്തലാണ്. അത് യാത്രയുടെ ക്ഷീണമാകണം, അല്ലാതെ പോരാട്ട മുഖത്ത് നിൽക്കുന്ന ഒരു യോദ്ധാവിന്റെ ക്ഷീണമല്ല അല്ലേ? അതെ 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 അത്രേ ഉള്ളൂ. ശരി, ശ്രീ പി വി അൻവർ, താങ്കൾ ഇന്ന് അങ്ങനെ ഒരു ക്ഷീണം താങ്കൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്കൾ ഇന്ന് വാർത്താ സമ്മേളനം നിർത്തുന്നത് ആ ഗോൾഡ് അപ്രൈസർ ഉണ്ണി അയാളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ മാറ്റുന്നതടക്കം ഡാൻസ് ഓഫ് സംഘം പല വീട്ടുകാരെയും രഹസ്യമായി ബന്ധപ്പെടുന്നതടക്കം കേസ് അട്ടിമറി നീക്കങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അട്ടിമറിയിൽ ഗവേഷണം നടത്തിയവർ അവിടേക്ക് ഇരിക്കുമ്പോൾ എന്താണ് DGPയുടെ നേതൃത്വത്തിൽ ഈ അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരായ രണ്ടുപേരുള്ള ഒരു ടീമുള്ള ഈ അന്വേഷണം ഇന്നിപ്പോൾ തുടങ്ങിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഫലപ്രദമാകുമോ സത്യത്തിൽ ശ്രീ പി വി അൻവർ? നമുക്കൊരാഴ്ച കഴിഞ്ഞാൽ പറയാം ആശ്മി. നമ്മൾ ഒരു മുൻവിധി വേണ്ട, പ്രജുഡീസ് ആവേണ്ട. അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാമല്ലോ. നല്ല രീതിയിൽ അന്വേഷണം നടക്കട്ടെ, സത്യസന്ധമായി ഇന്ന് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് നടന്നില്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. എനിക്കതിൽ ഒരു തിരക്കോ ബേജാറോ ഒന്നുമില്ല ആശ്മി. ശരി, പക്ഷെ താങ്കൾ എന്ന് പറഞ്ഞ ആ ഹെഡ് മാഷിന്റെ ഒരു ഉപമ ഏറ്റവും നല്ല ഉപമയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടുപേർ എന്ന് പറഞ്ഞാൽ സ്പർജൻ കുമാർ അടക്കം തോമസ് ജോസഫ് രണ്ടാം ദിവസത്തിന്റെ പേര്. ഇവർ ADGP MR അജിത് കുമാറിനെ അദ്ദേഹത്തിന് ADGP കസേരയിൽ ഇരിക്കുമ്പോൾ കണ്ടാൽ എഴുന്നേറ്റ് നീട്ടിപ്പിടിച്ച് സല്യൂട്ട് അടിക്കേണ്ട ഉദ്യോഗസ്ഥരാണ്. മാത്രമല്ല ADGP ഇരിക്കുന്ന റൂമിന് അകത്തേക്ക് കയറിപ്പോൾ മേ കമിൻ സാർ എന്ന് ചോദിച്ചുകൊണ്ടേ ഹാഫ് ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ. താങ്കൾ പറഞ്ഞ ഹെഡ് മാസ്റ്റർ കുട്ടി യുക്തി അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ പിയൂൺ യുക്തി അത് സാമാന്യ യുക്തിയാണ്. അതെങ്ങനെ എഫക്റ്റീവ് ആവും എന്നുള്ള കാര്യം അത് നമുക്ക് വെയിറ്റ് ആൻഡ് സീ. നമ്മൾ വെയിറ്റ് ആൻഡ് സീയിലല്ലേ എല്ലാവരും. ഞാൻ പ്രത്യേകിച്ചും വെയിറ്റ് ആൻഡ് സീയിലാണ് ആശ്മി. എനിക്കിതിൽ ധൃതിയില്ല. കാരണം ഈ തെളിവുകളൊക്കെ അവരെത്ര മായ്ക്കാൻ ശ്രമിച്ചാലും പൂർണ്ണമായിട്ടൊന്നും മായ്ക്കാൻ കഴിയില്ല അത്ര പെട്ടെന്ന്. അപ്പോൾ അതിനുള്ള ശ്രമം അവർ നടത്തും, സ്വാഭാവികമാണ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ രക്ഷപ്പെടാനുള്ള ഒരു വഴി, ഒരു കുളത്തിലോ വെള്ളത്തിലോ കടലിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ കടലിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തും. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് പരിധി വിട്ട് അവർ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞത് അത് ശരിയാവില്ല. അപ്പോൾ അത് നമുക്ക് നോക്കാം. ശ്രീ പി വി അൻവർ, ഇന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കൾ ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിക്ക് താങ്കൾ കൈമാറിയ അതേ പരാതിക്കെട്ട് എന്ന് പറഞ്ഞാൽ അതേ ഒരു പെറ്റീഷൻ കോപ്പി തന്നെയാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിക്കും കൈമാറിയതെന്നുള്ളതാണ്. അത് പാർട്ടി സെക്രട്ടറി ഉറപ്പായും വായിക്കുന്നുണ്ടാകണം. തൊട്ടു പിന്നാലെ വരുന്ന വാർത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് PCC എതിരെ അടക്കമുള്ള ആരോപണങ്ങൾ പരിശോധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം CPM ബോധ്യപ്പെടുന്നുണ്ട്. ആ ഒരു ചാരിതാർത്ഥ്യം താങ്കൾക്കുണ്ടോ ശ്രീ പി വി അൻവർ? അല്ല, എനിക്ക് ഈ പാർട്ടിയിൽ നല്ല വിശ്വാസമുണ്ട് എൻ്റെ ആശ്മി, നല്ല വിശ്വാസമുണ്ട്. ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയിൽ വിശ്വസിച്ച് ഞാൻ ഈ ഒരു നീക്കത്തിൻ്റെ പിന്നിൽ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്നെ നയിച്ചത്. ഈ പാർട്ടി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എൻ്റെ പൂർണ്ണമായിട്ടും മനസ്സിൽ ഉൾക്കൊണ്ടതുകൊണ്ടാണ്. ഒരു സാമൂഹിക വിപത്ത് ഈ സംസ്ഥാനത്ത് നടക്കുന്നു, അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു, അത് ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തന്നെ തകർക്കാൻ ഈ പോലീസിൻ്റെ പല ആക്ഷൻസും കാരണമാകുന്നു. ഇന്ന കാരണം കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ഈ പോലീസാണ്. പൊതുപ്രവർത്തകരെ അനുസരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട, കൺസിഡർ ചെയ്യേണ്ട എന്നൊരു സംസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ പോലീസിൽ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ അജിത് കുമാറാണ്. ഇതെല്ലാം പൊതുപ്രവർത്തനത്തിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെയും പൊതുസമൂഹത്തിലെ ആളുകളെയും ബാധിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ പോകാൻ കഴിയുമോ ഒരു പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? അതുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന്
കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ആഷ്മി ഞാൻ പ്രതീക്ഷിക്കുന്നത്.